അസ്സലാമു അലൈക്കും. സീനിയേഴ്സ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി തരത്തിലുള്ള ഒരു കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ തന്നെ മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ ഇതുപോലൊരു അച്ചാറുണ്ടെങ്കിൽ നമുക്ക് ചോറ് പാത്രം കാലിയാകുന്നത് അറിയുകയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഈ സ്വാദിഷ്ടകരമായ അച്ചാർ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 1 കിലോ മാങ്ങ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് സാമാന്യം നല്ല ദശയുള്ള മാങ്ങയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള പുളിപ്പുമുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ കഴുകി തുടച്ചൊക്കെ എടുത്തിട്ട് പാത്രമൊക്കെ നന്നായിട്ട് ഈർപ്പം മാറ്റിയതിന് ശേഷം ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാങ്ങ നമുക്കെടുത്ത് ഇതൊന്ന് 4ആയിട്ട് ഒന്ന് പുളിയെടുക്കാം. അച്ചാറിടുമ്പോൾ ഇത്തിരി പുളിപ്പൊക്കെ ഉള്ള മാങ്ങ തന്നെ ആയിരിക്കണം കേട്ടോ. വലിയ പുളിപ്പായിരിക്കരുത്. ഇളം പുളിപ്പുള്ള മാങ്ങ തന്നെ വേണം നമുക്ക് അച്ചാറിടാൻ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ മാങ്ങ 4ആയിട്ട് പൂളി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നതെന്ന്. ഇത് ഒന്ന് കുറുക്കിയെ മുറിക്കും. അതിനുശേഷം ഇതൊരു 3-4 കഷ്ണമാക്കി എടുക്കും. ഒരു 1/2 ഇഞ്ച് വണ്ണത്തിലാണ് ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ കടുമാങ്ങയ്ക്കുള്ള മാങ്ങ എല്ലാം ഞാൻ ഒരേ ക്രമത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ അളവിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി 150 ഗ്രാം മുളകാണ്, വറ്റൽമുളക്. അതിനുശേഷം കുറച്ച് കറിവേപ്പില, 4-5 പച്ചമുളക്, 2 തുടം വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു 3 കഷ്ണം ഇഞ്ചിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള 2 ടേബിൾ സ്പൂൺ കടുക്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, പിന്നെ കായം, അതിനുശേഷം ഇതേ നല്ലെണ്ണ, അതിനുശേഷം കുറച്ച് ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഈ അച്ചാറിന്. അപ്പോൾ ഇത് നമുക്ക് മുളകൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ചട്ടിയൊന്ന് ചൂടായപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതേ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് ഒന്നിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇത് മില്ലിൽ കൊടുത്ത് പൊടിച്ച് എടുക്കുന്ന മുളകിനേക്കാളും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് വറ്റൽമുളക് വറുത്തെടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തരിതരിപ്പോടെ പൊടിച്ചെടുത്തിട്ട് അതുകൊണ്ട് ഇടുന്ന അച്ചാർ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിതെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുളക് നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ആറിയിട്ട് ഒന്ന് പൊടിച്ച് വെക്കണം. അപ്പോൾ ഇതൊന്ന് ആറിയിട്ട് ഞാനൊന്ന് പൊടിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം ചട്ടിയിലേക്ക് ഒരു 150 ഗ്രാം നല്ലെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നല്ലെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ 3ഉം കൂടി നന്നായിട്ടൊന്ന് ഇതിലേക്ക് നീക്കിയിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് 3ഉം കൂടി ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം ഒരു പകുതി മൂപ്പാവുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇടണം കേട്ടോ. അതാണ് മാങ്ങയ്ക്ക് നല്ല മണം എടുക്കുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പകുതി മൂപ്പായിട്ടുണ്ട്. ഈ സമയം ഞാൻ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ചിരിചിലിപ്പായിട്ടിരിക്കും കേട്ടോ. ആ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഈ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പാത്രം എല്ലാം നന്നായിട്ട് ഈർപ്പമില്ലാത്തതായിരിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു 2 ടേബിൾ സ്പൂൺ കടുക് മാറ്റി വെച്ചില്ലേ, അത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. തരിതരിപ്പോടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ നല്ലെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല മണമാണ് കേട്ടോ ഇതുപോലെ കടുക് ഒക്കെ പൊടിച്ചിട്ട് നമ്മൾ അച്ചാറിടുമ്പോൾ. അപ്പോൾ കടുക് ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തരിതരിപ്പോടെ പൊടിച്ചു വെച്ചിരിക്കുന്ന മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 50 ഗ്രാം ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക.
അപ്പോൾ ബാക്കി ഉള്ള ഉപ്പും കൂടി ഞാൻ ദാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കടുമാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോൾ ഇത്തിരി മുന്തി നിൽക്കണം ഉപ്പ്. 2 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് പിടിച്ചിടുമ്പോൾ കറക്റ്റായിരിക്കും. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർന്ന് വന്ന് നന്നായിട്ട് ഇളക്കി വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാകും കേട്ടോ. അതുവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളിട്ട ശർക്കര ഒന്ന് കട്ടയായിട്ട് കിടപ്പുണ്ട്, അതൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ വിനാഗിരി അത് ഞാനൊരു 400 ഗ്രാമോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വറ്റി നല്ല ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ മാറി കിട്ടണം കേട്ടോ. നമ്മൾ ഒരിക്കലും അച്ചാറിടുമ്പോൾ അച്ചാറെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ വിനാഗിരി ഒഴിക്കരുത്. അപ്പോൾ പെട്ടെന്ന് അത് കേടായി പോകും കേട്ടോ. ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുവി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല കളറാണ്. പിരിയമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കായം ഇടുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കായം തന്നെ ഇടണം കേട്ടോ. കട്ട കായമാണെങ്കിൽ കുറച്ച് നല്ലെണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് പ്രത്യേകം ഒന്ന് പൊടിച്ചെടുക്കുക. ഇത് LG കായമാണ് കേട്ടോ, നല്ല മണമുള്ള കായമാണ്. അപ്പോൾ ഞാൻ എന്താ 50 ഗ്രാം കായത്തിൽ നിന്ന് 25 ഗ്രാമോളം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ആ ഗ്രേവിയും മാങ്ങയായിട്ട് നന്നായിട്ട് പിടിച്ച് വരണം. അപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറേ നേരമായിട്ട് നമ്മൾ അടുപ്പിലിട്ടിരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ മാങ്ങ വെന്ത് പോവും. മാങ്ങ എപ്പോഴും നമ്മൾ അച്ചാറിടുമ്പോൾ നല്ല കടുകടായിരിക്കണം കേട്ടോ, അതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. കറക്റ്റായിരുന്നു കേട്ടോ നമ്മൾ പൊടിച്ചെടുത്ത മുളക് പൊടിയൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് കറക്റ്റ് എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം അടങ്ങിയ ഒരു അച്ചാറാണ്. ഇത് 2 ദിവസം നമുക്ക് ഈ മൺചട്ടി തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഉപ്പും എരിവും എല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു എയർ കണ്ടെയ്നറായിട്ടുള്ള കുപ്പികളിൽ അടച്ച് വെച്ചിരുന്നാൽ ഇത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. കേടുകൂടാതെ നമുക്ക് വെളിയിൽ തന്നെ സൂക്ഷിക്കാം. പിന്നെ എടുക്കുന്ന സമയത്ത് നല്ല സ്പൂണൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ, ഈർപ്പരഹിതമായിരിക്കണം. അതുകൊണ്ട് നമ്മൾ മാങ്ങ എടുത്താൽ ഒന്നും സംഭവിക്കത്തില്ല. മാങ്ങ കേടുകൂടാതെ കുറച്ച് നാളിരിക്കും. പിന്നെ ഇതാ ഒരു 150 ഗ്രാം നല്ലെണ്ണയും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അത് ആറി തണുത്തതിന് ശേഷം ഈ മാങ്ങ അച്ചാറിലേക്ക് ഞാൻ ദാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മാങ്ങ അച്ചാറും ഒന്ന് തണുത്ത് കിട്ടണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഈ നല്ലെണ്ണ ഇതുപോലെ ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ മാങ്ങ അച്ചാർ ഉണ്ടെങ്കിൽ ചോറ് പാത്രം കാലിയാകുന്നത് അറിയുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. മണമാണെങ്കിലോ 7 വീടെടുക്കും ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ. അത്രയ്ക്ക് മണമാണ് ഈ അച്ചാറിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. കറക്റ്റ് എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടമാകും. കൊച്ചു കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി അച്ചാറാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്